ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്ന നാഷണൽ മിഷൻ പ്രോഗ്രാമിൻ്റെ ഒരു പിരിവ് അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും സഹകരിക്കണം. السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذر. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനത്തിലുള്ള നമ്മുടെ ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ അബ്ദുൾ റസാഖ് അബൂ ജസർ, സഫീർ ഫലസ്തീൻ, ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഉസ്താദ് എം ടി അബ്ദുൽ മുസ്ലിയാർ, ഉസ്താദ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അബ്ദുസമദ് സമദാനി അടക്കമുള്ള വേദിയിൽ ഉപവിഷ്ടരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് മത, രാഷ്ട്രീയ, സാമൂഹിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, അതിൻ്റെ പ്രവർത്തകർ, ഇവിടുന്ന് സനത് വാങ്ങി പുറത്തിറങ്ങുന്ന യുവ പണ്ഡിതന്മാർ, ബഹുമാനമുള്ളവരെ, വളരെ അധികം പുണ്യം നിറഞ്ഞ, അതോടൊപ്പം വളരെ പ്രൗഢമായ ഒരു വേദിയിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. വിശുദ്ധമാവുന്ന ഇൽമ്, ആ ഇൽമ് കരസ്ഥമാക്കിയവർക്ക്, ആ ഇൽമിന് അവർക്ക് ആ മേഖലയിൽ വ്യത്യസ്തമാവുന്ന അതിൻ്റെ മേഖലകൾ, ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി പത്രമാണ് ഇവിടുന്ന് നൽകപ്പെടുന്നത്. മഹാന്മാരാവുന്ന ഉസ്താദന്മാരെയും അവരുടെ ഉസ്താദന്മാരിൽ നിന്നും ലഭിക്കപ്പെട്ട അനുമതി, അവരുടെ ഉസ്താദന്മാർക്ക് അവരുടെ ഉസ്താദന്മാരിൽ നിന്ന് ലഭിക്കപ്പെട്ടത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്ന് മുട്ടുന്നതായ ഒരു വളരെ പവിത്രമായ ഒരു സാക്ഷ്യപത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെടാൻ പോകുന്നത്. ഇത് ഒരു സാധാരണ ഒരു കടലാസല്ലത്. ഇത് മഹാന്മാരാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്ന ഉസ്താദന്മാരും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ആ ബന്ധം സ്ഥിരീകരിക്കപ്പെടുന്നതായ ഒരു അംഗീകാര പത്രമാണ്. അപ്പോൾ സനത് വാങ്ങുന്ന പണ്ഡിതന്മാർ ആ അംഗീകാര പത്രത്തിൻ്റെ, അതായത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ആ ഷഹാദത്ത്, അതിൻ്റെ ആ ബഹുമതിയും അതിൻ്റെ ഗാംഭീര്യമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് അതിൽ പറയപ്പെട്ടതായ പ്രവർത്തനങ്ങൾക്ക്
അതിൽ പറയപ്പെട്ടതായ ഉപാധികളോടുകൂടി നിങ്ങൾ നേതൃത്വം നൽകാനും പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറാവണമെന്നാണ് ആദ്യമായി കൊണ്ട് നിങ്ങളോട് ഉണർത്തുന്നത്. വിശുദ്ധമാവുന്ന ഇൽമ് അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ അനന്തരസ്വത്താണ്. അമ്പിയാക്കന്മാരുമായുള്ള ഒരു ശക്തമായ ബന്ധം സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടതായ ഇൽമ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ അനന്തരസ്വത്തായി കൊണ്ട് പരിഗണിക്കപ്പെടാൻ സാധിക്കുള്ളൂ. ഒരു അനന്തരം മറ്റൊരുത്തിൽ നിന്ന് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനക്ക് വിശുദ്ധ ശരീഅത്തിൽ ഒരുപാട് ഉപാധികളുണ്ട്, പല കാരണങ്ങളുണ്ട്. എന്നതുപോലെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ അനന്തരസ്വത്താവുന്ന വിശുദ്ധ ഇൽമ് അത് അമ്പിയാക്കന്മാരിൽ നിന്ന് അനന്തരമായി ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ അമ്പിയാക്കന്മാരുമായുള്ള ഒരു ബന്ധം അത് ലഭിക്കപ്പെടാനുള്ളതായ ഒരു കാരണം നിങ്ങളിലുണ്ടാവണം. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, അമ്പിയാക്കന്മാരെ പോലെ നിങ്ങൾക്കും അമ്പിയാക്കന്മാരാവാൻ സാധിക്കില്ല, ഒരാൾക്കും കഴിയില്ലത്. ഒരു നബിയുടെ പുത്രനായി ജനിച്ചത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു നബിയുടെ കൂടെ സഹവസിച്ചുകൊണ്ടൊന്നും ആരും നബിമാരാവില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പുത്രന്മാരാവുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ നബി ആയത് ഇസ്മായിൽ നബിൻ്റെ പുത്രൻ ആയതുകൊണ്ടല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകമായി കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ കുടുംബത്തിലുള്ള ഉന്നത വ്യക്തികളെ കൊണ്ടാണ്. ഇസ്ഹാഖ് നബിയുടെ പുത്രൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയായത് ഇസ്ഹാഖ് നബിയുടെ പുത്രനായതുകൊണ്ടല്ല. യാക്കൂബ് നബിയുടെ പുത്രൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയായത് യാക്കൂബ് നബിൻ്റെ പുത്രനായതുകൊണ്ട്. അപ്പോൾ ഒരു നബിൻ്റെ പുത്രനായതുകൊണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നബിമാരുമായി കൊണ്ട് സഹവസിച്ചത് കൊണ്ടിട്ടോ പാറു നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയായത് അത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരനായതുകൊണ്ടല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ വിശുദ്ധമാവുന്ന ഈ നുബുവത്താവുന്ന ഈ ബഹുമതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അള്ളാഹു തിരഞ്ഞെടുത്തു. പിന്നെ ഈ ശൃംഖല അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടി അതിനെ അവസാനിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശേഷം ഇനി ഇങ്ങനൊരു പ്രവാചകന്മാരുടെ ശൃംഖലയ്ക്ക് ഇവിടെ ആവശ്യമില്ല. കാരണം പൂർണ്ണമായ ഒരു ശരീഅത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. വളരെ സത്യമാവുന്നതായ ശരീഅത്ത്, വളരെ നീതിപൂർവ്വമുള്ള ശരീഅത്ത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നൽകപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇനി ഒരു നബിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിശുദ്ധമാവുന്ന ശരീഅത്ത് അതിനിവിടെ സംരക്ഷിക്കപ്പെടണം. അതിന് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് പണ്ഡിതന്മാരിൽ ഏൽപ്പിക്കപ്പെട്ടതായ ഒരു ബാധ്യതയാണ്. അത് സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിനെ കൈവശപ്പെടുത്താൻ ആവശ്യമാവുന്ന അതിൻ്റെ സബബുകൾ നിങ്ങളിലുണ്ടാവണം. ആ സബബാണ് എന്ത്? അമ്പിയാവിൻ്റെ ബാത്തിനെ പരിശോധിച്ച് നോക്കിയാൽ അത് വിലായത്താണ്. ആ വിലായത്തിൻ്റെ സ്വഭാവങ്ങൾ, ആ ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവങ്ങൾ പണ്ഡിതന്മാരിൽ ഉണ്ടാവണം. അപ്പം നിങ്ങൾ ഒരു വിശുദ്ധമാവുന്ന ഒരു പ്രവർത്തനത്തിനാണ് നിങ്ങൾ മുന്നിട്ട് പോകുന്നത്. ഇനി ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിക്കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ഈ ദീൻ നിങ്ങൾ പ്രചരിപ്പിക്കണം. അതിനെ പ്രചരിപ്പിക്കാൻ ആവശ്യമാവുന്നതായ അതിൻ്റെ ചില മാർഗങ്ങൾ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെടും. ഇനി ആ പഠിപ്പിക്കപ്പെട്ടതായ ആ മാർഗങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് നിങ്ങളുള്ളതായ ഇൽമിനെ നിങ്ങൾ എന്താക്കണം? വളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായ ഒരു ബാധ്യതയാണത്. നിങ്ങളാരും ഒരു ആലിമ് എന്നുള്ള പറയേണ്ട ഒരു അവസ്ഥയിൽ നിങ്ങളാരും എത്തിയിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം.
ഇപ്പോൾ കൈവശപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ തഹസീലുൽ ഇൽമല്ല. ഇൽമ് നിങ്ങൾക്കൊന്നും കരസ്ഥമായിട്ടില്ല. തഹസീലു തരീഖിൽ ഇൽമിനെ എങ്ങനെ കൈവശപ്പെടുത്താം. അപ്പം ഇൽമിനെ കൈവശപ്പെടുത്താനുള്ളതായ അതിൻ്റെ ഒരു മാർഗമാണ് നിങ്ങൾക്ക് കാണിച്ചത്. ആ ഇൽമ് അമ്പിയാക്കന്മാരിലേക്ക് ചെന്നെത്തണമെങ്കിൽ അതിൽ നിങ്ങൾക്കുണ്ടാവേണ്ടതായ ഗുണങ്ങൾ അത് നിങ്ങളുണ്ടാവും. അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് എന്താ? വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ. ഈ പ്രവാചകന്മാരാവുന്ന ഈ പറയപ്പെട്ട അമ്പിയാക്കന്മാരെ നമ്മുടെ കൽപ്പന അനുസരിച്ച് ഒരു നബി ദഅവത്ത് ചെയ്യാൻ ഏതെല്ലാം മാനദണ്ഡങ്ങൾ എനിക്ക് ആവശ്യമാണോ ആ മാനദണ്ഡങ്ങളെ പൂർണ്ണമായി സ്വീകരിച്ചു കൊണ്ടിട്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ പറ്റുന്നതായ മാതൃകാ പുരുഷന്മാരായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിശ്ചയിച്ചതാണ്. അപ്പം ആ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അവരിൽ എന്ത് വേണം? അവർ നിയോഗിക്കപ്പെടുന്നതായ ഉമ്മത്ത്, ആ ഉമ്മത്തേക്ക് മാതൃകയാക്കാൻ പറ്റുന്നതായ ഗുണങ്ങൾ ഉണ്ടാവണം. ആ ഗുണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വിശദീകരിക്കുകയാണ്. വഅൗഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്. എപ്പോഴും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളാവണം അമ്പിയാക്കന്മാരെ നിങ്ങളെ പ്രവർത്തനം. കാരണം നിങ്ങൾ ജനങ്ങളെ പിൻപറ്റപ്പെടേണ്ടതായ ആളുകളാണ്. അപ്പം നിങ്ങളിൽ നിന്ന് ദർശിക്കപ്പെടുന്നത് മുഴുവനും നന്മകളാവണം. പ്രത്യേകിച്ച് വൈഖാമസ്സലാത്ത് വഈതാ സകാത്ത് വഖാലൂ ലനാ ആബിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സർവ്വകൽപ്പനകൾക്കും പൂർണ്ണമായും കൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടിട്ട് സർവ്വസമയത്തും അള്ളാഹുവിൻ്റെ തിരു സാന്നിധ്യത്തിലാണെന്നുള്ള ഓർമ്മയോടുകൂടി ഏതെങ്കിലും ഭൗതികമാവുന്നതായ എന്തെങ്കിലും പ്രതിഫലങ്ങൾ, ആ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കപ്പെടട്ടെ, പെടാതിരിക്കട്ടെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാവരുത് നിങ്ങൾ. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ആ ഒരു സ്വഭാവം, ആ സ്വഭാവ ഗുണങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാവണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധമാവുന്ന ഈ ദഅവത്തിൻ്റെ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ഒന്നിരിക്കൽ തദ്രീസിൻ്റെ മേഖലയായിരിക്കും, അല്ലെങ്കിൽ ഈ വഅളിൻ്റെ മേഖലയായിരിക്കും, അല്ലെങ്കിൽ ഈ എഴുത്തിൻ്റെ മേഖലയായിരിക്കും, അതല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ദീൻ്റെ സേവനങ്ങളായിരിക്കും. ഈ സേവന മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് മറ്റേതെങ്കിലും ഏജന്റുമാരെ നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം പലർക്കും ഏജന്റുമാരാണ് അവരുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. എന്നിട്ട് ഏജന്റുമാർ അതിന് ആവശ്യമാവുന്ന പണങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടാണ് പണ്ഡിതന്മാർ പ്രസംഗിക്കാനോ ദർസ് നടത്താനോ ഫത്വ കൊടുക്കാനോ ഒക്കെ ചെയ്യേണ്ടത്. ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതാണ് യഹ്ദൂന ബിഅംരിനാ. ജനങ്ങളവർ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദാഴി സന്മാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിക്കാൻ അള്ളാഹു ഏതെല്ലാം കൽപ്പനകളും ഏതെല്ലാം നിർദ്ദേശങ്ങളും അള്ളാഹു വെച്ചിട്ടുണ്ടോ ആ നിർദ്ദേശങ്ങളും പിന്നെ മാനദണ്ഡങ്ങളൊക്കെ പൂർണ്ണമായി കൊണ്ട് പരിഗണിച്ചു കൊണ്ടാവണം. അപ്പോൾ വളരെ അധികം പ്രശ്നകുലുഷിതമാവുന്ന ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത്. അങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ പല ജാതി മസാലകളും പല ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കപ്പെടും. ഈ ചോദ്യങ്ങൾ പല മസാലകളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമ്പോൾ അത് നിങ്ങൾക്ക് ശരിയായ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു തൗഫീഖുകൾക്കുണ്ടാവണം. ആ തൗഫീഖ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാവുന്ന ഇൽമ്, ആ ഇൽമിനെ ഹൃദയത്തിൽ വന്ന് ആ ഹൃദയത്തിൽ അതിനെ പകർത്താനും അതിനെ കുടിയിരുത്താനും ആവശ്യമാവുന്ന വിശുദ്ധി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാവണം. അങ്ങനെ ആ ഒരു അവസ്ഥ നിങ്ങളുണ്ടാവുമ്പോഴേ ഫൈദാനുൽ മആരിഫിൽ ഇലാഹിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തിൽ നിന്ന് നിങ്ങളോട് ചോദിക്കപ്പെടുന്ന എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് വിശുദ്ധമാവുന്നതായ ഗ്രന്ഥങ്ങൾ നോക്കിക്കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ മദീനത്തുകൾ പരിശോധിച്ചു കൊണ്ടിട്ടോ മറുപടി പറയാനുള്ളതായ ഒരു പ്രത്യേകമാവുന്ന ഒരു തൗഫീഖ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. ഇതാണ് ഫൈദാനുൽ മആരിഫിൽ ഇലാഹിയ്യ.
അല്ലാതെ വല്ല നെറ്റിലോ മറ്റോ നോക്കിയിട്ട് മറുപടി കണ്ടുപിടിക്കല്ല വേണ്ടത്. നെറ്റിൽ നോക്കിക്കൊണ്ടിട്ട് ഒരു മസ്അലിനെ സംബന്ധിച്ച് മറുപടി കണ്ടുപിടിച്ചാൽ അത് നെറ്റിൽ എങ്ങനെയാണോ അതെനിക്ക് കൊടുക്കപ്പെട്ടത് അതനുസരിച്ചായിരിക്കും മറുപടി കിട്ടുക. സംസ്കാരത്തിൻ്റെ ഫർദ് എത്രയെന്ന് ഒരാൾ വന്ന് ചോദിച്ചു. ചിലപ്പോൾ ചോദിക്കണോ എനിക്ക് അറിഞ്ഞത് നമുക്ക് അറിഞ്ഞില്ല എന്ന് വരും. നമ്മൾ നെറ്റിലടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ 4 3 ഇക്കാരം കാണുന്നത്. അവനോട് 4 3 പറഞ്ഞാലും വണ്ടിയേക്ക് ചിലപ്പോൾ എന്താവും മൂല്യങ്ങൾ ഇവിടെ നാളെ നിൽക്കണ്ടെന്ന് പറയും. പൊയ്ക്കോളി പെട്ടിയെടുത്ത് കൊണ്ടുവന്നേ പറയുള്ളൂ. അപ്പം അത് നെറ്റിലോ മറ്റോ നോക്കിക്കൊണ്ടല്ല, അല്ലെങ്കിൽ ഈ യുഗത്തിൽ താമസിക്കുന്നത് നമ്മൾ അത് നിർമ്മിത ബുദ്ധിയിൽ കൂടിയോ അതിനെ സമ്പാദിക്കല്ല വേണ്ടത്. നമ്മൾ വിശുദ്ധമാവുന്ന ഇൽമിനെ അതിനെ മനസ്സിലാക്കാനുള്ള അതിനെ കരസ്ഥമാക്കാനുള്ള ഒരു തയ്യക്ക് അതിന് നിങ്ങൾക്ക് അഭ്യസിപ്പിക്കപ്പെടും. ആ തെരിയക്ക് ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധമാവുന്ന ഇൽമിനെ ആധികാരികമാവുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാവണം. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർക്കുള്ള ഏറ്റവും വലിയതായ അവർക്ക് സംഭവിച്ചിട്ടുള്ളതായ ഏറ്റവും വലിയ നാശം. പണ്ഡിതന്മാർ യഥാർത്ഥ അതിൻ്റെ മൂല്യങ്ങൾ അതിൻ്റെ ശരിക്കുള്ള മാനദണ്ഡ ഗ്രന്ഥങ്ങളിൽ നിന്നിട്ട് മസായിലുകളെയും മറ്റും നോക്കി മനസ്സിലാക്കാൻ അവർ തയ്യാറല്ല. അവർ ഇൽമിനെ അഭ്യസിക്കാനും അതിനെ വർദ്ധിപ്പിക്കാനും അവർ തയ്യാറല്ല. ഒരു ആലിമിക്ക് ഉണ്ടാവേണ്ട യഥാർത്ഥ ഗുണങ്ങൾ ഇന്നത്തെ ആലിമീങ്ങളിൽ നോക്കിയാൽ കാണാനില്ല. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഉലമാഉഹും ശർറു മൻ തഹ്ത ഹദീമിസ് സമാ. ഒരു കാലഘട്ടം വരുന്ന ആ കാലഘട്ടത്തിൽ ഇവിടെ ഇസ്ലാം എന്നുള്ള പേര് മാത്രമേ കേൾക്കുള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതം ഇവിടെ ഉണ്ടായിരുന്നു കേൾക്കാം. എന്താണ് ഈ മതം, ഈ മതത്തിൻ്റെ ആളുകൾ ആരാണ് എന്നൊന്നും അറിയുന്ന അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതായ ആളുകൾ, ക്വാളിറ്റിയുള്ള ആളുകൾ ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഖുർആനെ പാരായണം ചെയ്യുന്നതായ ആളുകളുണ്ടാവും. ആ കാലഘട്ടത്തിലുള്ള ഉലമാവ് ശർറു മൻ തഹ്ത ഹദീമിസ് സമാ. ഈ ഭൂമുഖത്തുള്ള സർവ്വ വസ്തുക്കളിൽ നിന്നും ഏറ്റവും മോശക്കാരായിരിക്കും. ഞങ്ങളവർ പേപ്പിക്കും, ഞങ്ങൾ വിവരമില്ലാത്ത ഫത്വ കൊടുക്കാൻ വേണ്ടി സന്നദ്ധരാകും. ഇത് ഇന്നത്തെ കാലത്തുള്ള പണ്ഡിതന്മാരെ പറ്റിയാണ് പറയുന്നത്. പഠിച്ച് പഠനം ആവശ്യമാവുന്നതായ നിലക്ക് വിശുദ്ധമാവുന്ന ഈ ദീനിൻ്റെ ഉലൂമുകൾ, ആ ഉലൂമുകളെ മനസ്സിലാക്കപ്പെടേണ്ട സ്ഥലത്തു നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായ അതിൻ്റെ അടിസ്ഥാനപരമായ ഗുണങ്ങൾ അവരിലുണ്ടാവില്ല. അതില്ലാതെയാവുമ്പോൾ അവരെന്താവും, ഇന്നത്തെ പല പുതിയ അതിൻ്റെ മാർഗങ്ങളെയും സ്വീകരിക്കാൻ തുടങ്ങും. അങ്ങനെ സ്വീകരിക്കുമ്പോൾ എന്താ ഉണ്ടായിത്തീരുക, വിശുദ്ധ ദീനിനോട് എതിരായ നിലക്കുള്ള ഫത്വകൾ, സത്യമല്ലാത്ത ഫത്വകൾ, ഈ ഫത്വകൾ കൊടുക്കലിലേക്ക് അവർ നിർബന്ധിതരായിത്തീരും. ഇതാണ് സ്വാലിഹീങ്ങളാവുന്ന ആളുകളും ഉലമാവൊക്കെ നശിച്ചു പോകും ഇവിടെ. പിന്നെ ഇവിടെ ഇൽമില്ലാതെ ഫത്വ കൊടുക്കുന്നതായ ഒരു അവസ്ഥ അവിടെ വരുന്നു. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് പല മഹല്ലത്തുകളിലും ചെല്ലുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായ അനുഭവമാവില്ല. ഇന്നലെ വരെ ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പഠിച്ചു, ആ സ്ഥാപനത്തിലായിക്കൊണ്ട് മഹാന്മാരാകുന്ന ഉസ്താദന്മാരുടെ പ്രത്യേക നോട്ടത്തിലും അവരുടെ പ്രത്യേകമാവുന്നതായ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചാണ് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാനും പഠിക്കാനൊക്കെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരിവിടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഇനി ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളൊരു മഹല്ലത്തിൽ ചെന്നാൽ ആ മഹല്ലത്തിൽ നിങ്ങൾ എന്തായിരിക്കും, ആ മഹല്ലത്തിന് ദീനിയായ നിലക്ക് ആ മഹല്ലത്തിന് നേതൃത്വം നൽകേണ്ടവരാണ്. അങ്ങനെ നേതൃത്വം നൽകുമ്പോൾ നിങ്ങളിൽ ആ നേതൃത്വം നൽകാൻ പറ്റിയതായ ഗുണങ്ങളിൽ ഉണ്ടായിത്തീരണം. അങ്ങനല്ലേ, ഒമൻ ഊത്തിയ സുഹുദ് ഫഖദ് ഊത്തിയൽ ഇൽമ കുല്ലഹു. ആവശ്യത്തിന് മാത്രം സംസാരിക്കാം, ആവശ്യമില്ലാതെ സംസാരിക്കരുത്, ആവശ്യത്തിന് മാത്രം. അതോടൊപ്പം സുഹുദിനെയും സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താ, അൻതുറുക്ക ദുന്യാമി കൽബിക്ക്, ഹൃദയത്തിൽ ദുന്യാവിനോടുള്ളതായ മഹബത്ത് ഉണ്ടാവാൻ പാടില്ല. ഫി ജൈബിക്ക് ഔഫിയദിക്ക് മഹാനാവുന്ന ഷെയ്ഖുൽ മശായിഖ് ഖുതുബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളും അവരെ പോലത്തവരൊക്കെ അല്ലാമ ഇബ്നു അജീബ തങ്ങളൊക്കെ എനിക്ക് അർത്ഥം പറഞ്ഞത് അങ്ങനെ, അൻതുറുക്ക ദുന്യാമി കൽബിക്ക് ഫി ജൈബിക്ക് ഔഫിയദിക്ക്. അപ്പം ആ ഒരു ബന്ധം, ദുന്യാവിനോടുള്ളതായ ആ ഒരു ബന്ധം ഹൃദയത്തിൽ നിന്നും ഉപേക്ഷിക്കണം.
എന്നാൽ ഫഖദ് ഊത്തിയൽ ഇൽമ കുല്ലഹൂന, എല്ലാ നിലക്കുള്ള അറിവിനെയും അവർക്ക് നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുള്ള അറിവുകളെയും അവൻ കരസ്ഥമാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിലേക്ക് എന്താവും, മലവെള്ളം കുത്തി ഒഴുകി വരുന്നത് പോലെ ഫൈളാനുൽ ഉലൂമിൽ ഇലാഹിയ്യ ഫൈളാനുൽ മആരിഫിൽ ഇലാഹിയ്യ, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് വിശുദ്ധമാവുന്ന ഇൽമുകൾ, ഈ ശരീഅത്തനുസരിച്ചുള്ളതായ നിയമങ്ങളും അതിനോട് ആവശ്യപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കൂലം കുത്തി ഒഴുകി വരുന്നു. മറ്റൊന്ന് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഏറ്റവും വലുത് വിനയമാണ്. കിബിർ ഒരു ലവലേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. കിബിർ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി തീർന്നാൽ അവൻ്റെ ഹൃദയത്തിൽ അവിടെ ഈമാൻ ഇൽമോടെ വളർന്ന് വികസിക്കില്ല. അപ്പോൾ വളരെ വിനയത്തോടുകൂടിയാവണം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും. നമ്മൾ ആരെ കണ്ടാലും അവനേക്കാൾ ചെറിയവനാണ് നമ്മളെന്ന് മനസ്സിലാക്കണം. ആരെ കണ്ടാലും അവനേക്കാൾ ചെറിയവൻ, അവൻ നമ്മളെക്കാൾ വലിയവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഈ വിശുദ്ധമാവുന്നതായ അഹ്ലുസുന്നത്തി വൽ ജമാ ഇന്ന് നമ്മൾ ഈ പറയുന്നതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇതൊക്കെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ 72ഓളം വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഈ എല്ലാ 70 ഈ വിഭാഗങ്ങളൊക്കെ ഒരേ നിലക്ക് കാണും. അതുകൊണ്ട് ആ ഒരു പരമ്പരനെ പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങും ഇങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ എന്താവും, പേച്ചു പോകും. അങ്ങനെ തെറ്റാതെ ഈ സ്വഭാവത്തിൽ മാത്രം നിന്ന് വർണ്ണങ്ങൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഇതാണ് യഥാർത്ഥ ദീൻ. ആ യഥാർത്ഥ ഒരു വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടത്. ഇതിൽ ഒരു നിലക്കുള്ളതായ കടത്തലുകളോ കടത്തിക്കൂട്ടലുകളോ ഇതിലില്ല. ഇതിനെ ചെറുതാക്കി കാണാൻ പാടില്ല. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിനെ നമ്മൾ ചെറുതാക്കി കാണരുത്. അതൊരു വലിയ പ്രസ്ഥാനമാണ്. അതിവിടെ 100ഓളം വർഷങ്ങൾ പഴക്കമുള്ളതായ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. അതോടൊപ്പം നിങ്ങളെ പ്രവർത്തനങ്ങൾ എന്ത് വേണം, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കുള്ള വാക്കുകൾ, നിങ്ങൾക്കുള്ള എഴുത്തുകൾ, നിങ്ങൾക്കുള്ളതായ ചലനങ്ങൾ, നിങ്ങളുടെ സൂചനാപരമായ അടയാളപ്പെടുത്തലുകൾ, ഇതൊക്കെ എന്താവണമെന്നറിയോ, ഇതൊക്കെ മറ്റൊരുത്തരെ ഏതെങ്കിലും നിലക്ക് വേദനിപ്പിക്കുന്നതായ വാക്കുകളോ അല്ലെങ്കിൽ മറ്റൊരുത്തരെ ഏതെങ്കിലും നിലക്ക് അവർക്ക് പ്രയാസപ്പെടുത്തുന്ന എഴുത്തുകളോ അല്ലെങ്കിൽ മറ്റൊരുത്തരെ ഏതെങ്കിലും നിലക്ക് അവനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ സൂചനപരമായ കാര്യങ്ങളോ നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങളൊപ്പം കൂടാൻ കുറേ ആളുകളുണ്ടാവും, കുറേ ആളുകൾ നിങ്ങളെ എതിരിലും ഉണ്ടാവും. എന്നാൽ എതിരുള്ളവനെ എങ്ങനെയെങ്കിലും അവനെ ഏതെങ്കിലും നിലക്ക് ആക്ഷേപിച്ചു കൊണ്ടിട്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ എതിരിൽ പ്രവർത്തിക്കുന്നതായ ഒരു പ്രവണത നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും വിശുദ്ധമാവുന്ന ഈ ദീനാണ് വലുത് നിങ്ങൾ മനസ്സിലാക്കുക. ആ നിലക്കാവണം. ഇപ്പം നമ്മൾക്കുള്ള ആളുകൾക്കൊക്കെ ഉള്ള തകരാറുകൾ തന്നെ ഇങ്ങനെ പരസ്പരം അങ്ങും ഇങ്ങും പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴൊക്കെ ആദരിക്കപ്പെട്ടതാണ്. ഏതെങ്കിലും നിലക്കുള്ള വിള്ളൽ പിന്നെ ഒരു പോർലേൽപ്പിക്കുന്നതായ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയല്ലേ ഒരു മനുഷ്യനിൽ നിന്ന് ഇതാറഹ അസനത്തൻ അതാ അഹാന, ഒരുത്തരിൽ നിന്ന് എന്തെങ്കിലും നന്മ കണ്ടാൽ ആ നന്മ നമുക്ക് പബ്ലിഷ് ചെയ്യാം, അതിന് നമുക്ക് പരസ്യപ്പെടുത്താം. എന്തെങ്കിലും മോശമായ കാര്യങ്ങളാണ് കണ്ടിരുന്ന് വെക്കുക, എന്നാൽ അതിന് നമ്മൾ പരസ്യപ്പെടുത്തല്ലേ വേണ്ടത്, അതിന് നമ്മൾ പൂഴ്ത്തി വെക്കണം എന്നാണ്. അതിനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് അവരെ വഷളാക്കാൻ പാടുള്ളതല്ല. ഈ ഒരു സ്വഭാവങ്ങളിൽ നിന്നാവേണ്ട പല നാട്ടിൽ ചെല്ലുമ്പോഴും പല ജാതി ആളുകളോടുണ്ടാവും. ആ ആളുകളോടുള്ളതായ നിങ്ങളുടെ ഉപദേശവും നിർദ്ദേശവും ഒക്കെ അത് നിങ്ങളിൽ നിന്ന് അവനെ അകറ്റുന്ന നിലക്കുള്ള സ്വഭാവത്തിലാവരുത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് ഒരുത്തൻ വന്ന് പറഞ്ഞു, നബിയെ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ നിരോധിക്കുന്ന എല്ലാ സംഗതികളും ഞാൻ ചെയ്യുന്നുണ്ട്, ഇതൊന്നും ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് എൻ്റെ റസൂലുള്ളാഹിനോട് പറഞ്ഞു. അപ്പം റസൂലുള്ളാഹി അയാളോട് പറഞ്ഞു, എന്നാൽ അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സംഗതി നീ ഒഴിവാക്കുമെന്ന് ചോദിച്ചു. ഒരു സംഗതി ഞാൻ ഒഴിവാക്കിക്കോളാം, മറ്റൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു.
റസൂലുള്ളാഹി അയാളോട് പറഞ്ഞു, നീ പൊള്ളു പറയരുത് കേട്ടോ. എന്നാൽ പൊള്ളു അറിയില്ല എന്നുള്ളത് അയാൾ അംഗീകരിച്ചു. ബാക്കിയെല്ലാം ചെയ്യൂ എന്നുള്ള നിലക്കാണ് മൂപ്പർ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ നിന്ന് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു കള്ളു പിടിക്കാനുള്ളതായ ഒരു അവസരം ലഭിക്കപ്പെട്ടു. കള്ളു പിടിക്കാൻ വേണ്ടി മൂപ്പര് ക്ഷണിക്കപ്പെട്ടപ്പോൾ മൂപ്പര് പറഞ്ഞത് എന്താണെന്ന്, കള്ള് ഞാൻ കുടിക്കൂല. കാരണം കള്ള് കുടിച്ചിരിക്കുന്നത് റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ശിക്ഷ ലഭിക്കപ്പെടും. കള്ള് കുടിച്ചിട്ടില്ല എന്ന് പൊള്ളു പറഞ്ഞാൽ റസൂലുള്ളാഹിനോട് പൊള്ളു പറയരുമോ? പൊള്ളു പറയരുതെന്ന് റസൂലുള്ളാഹിയുമായിട്ട് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നബിയുമായിട്ട് ഞാൻ ബൈഅത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കള്ള് ഞാൻ കുടിക്കൂല. ഇങ്ങനെ എല്ലാ തമ്മാടിത്തരത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദഅവത്ത്, ആ മനഃശാസ്ത്ര രീതി പരിശോധിച്ച് നോക്ക്. ഈ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് ചെയ്തിട്ടുള്ളത്. അപ്പം ഇൽമ് അതിൻ്റെ അടിസ്ഥാനം, എനിക്ക് അടിസ്ഥാനപരമായി ആവശ്യമാവുന്ന സംഗതിയാണ്. ഒന്ന് സുഹൃദ്, മറ്റൊന്ന് അദബ്. ഈ സംഗതികൾ ഉണ്ടാവണം. അതോടുകൂടി നമ്മൾ ദഅവത്തിൻ്റെ മേഖലയിൽ നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് ഇൽമുണ്ടാവണം, വറഉണ്ടാവണം, അതുപോലെ തന്നെ ഹുസ്നുൽ ഖുലുഖ്, നല്ലതായ സ്വഭാവങ്ങൾ. അങ്ങനെയല്ലേ വൽ ആഫീന അനിന്നാസ് എന്ന ജനങ്ങൾക്ക് അവരിൽ നിന്ന് വന്നു പോകുന്ന പല അനർത്ഥങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ നമ്മളെ പരിഹസിക്കലായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് ചീത്ത പറയലായിരിക്കും, പലതും ഉണ്ടാവും. എന്നാൽ അതിന് നമ്മൾ എന്താക്കുക, വിട്ടുവീഴ്ച മനോഭാവം, നമ്മൾക്കൊരു വിശാലമാവുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം. വിട്ടുവീഴ്ച മനോഭാവത്തോടാണോ നമ്മൾ ഇതിനൊക്കെ നമ്മളെന്താവേണ്ടത്, നേരിടേണ്ടത്. അപ്പം അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വിശുദ്ധമാവുന്ന ഇൽമിൻ്റെ വാഹകരാണ്. നിങ്ങൾ ഒരാളെയും ബുദ്ധിമുട്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തനോട് എന്തെങ്കിലും നിലക്കുള്ള പ്രതികാര സ്വഭാവം, ആ പ്രതികാര സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. ആ പ്രതികാര സ്വഭാവം ഉണ്ടാവുക മാത്രമല്ലേ, ബന്ധം വിച്ഛേദിച്ചവരുമായുള്ള ബന്ധം അത് എന്താക്കണം, ചേർത്തി പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളോട് എന്തെങ്കിലും നിലക്കുള്ളതായ പ്രതികാരം ചെയ്തവനോ എന്തെങ്കിലും അക്രമം ചെയ്തവനോട് അവനക്ക് നമ്മളെന്താക്കുക, വിട്ടുവീഴ്ച ചെയ്യുക. അവൻ്റെ രഹസ്യങ്ങളെ നമ്മളെന്താക്കുക, മൂടി വെക്കുക. നമ്മളെ രഹസ്യങ്ങൾ നമ്മളെന്താക്കണം, മൂടി വെക്കണം. ഈ നിലക്കുള്ളതായ സ്വഭാവ ഗുണങ്ങളോട് കൂടി ദഅവത്തിൻ്റെ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ രാജ്യത്തൊക്കെ നമ്മൾ ഇവിടെ വിശുദ്ധമാവുന്നതായ ഈ ദീനിൻ്റെ ഈ പ്രചരണവും അതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ കൂട്ടായ്മയാണ്. പരസ്പരം ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ ഉലമാവും കൂടിയുള്ളതായ ഈ കൂട്ടായ്മ ഇത് ഏത് കാലത്തും ആവശ്യമാണ്. റസൂലുള്ളാഹിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ദീനിവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ വേണം. പണ്ഡിതന്മാരുണ്ടായാൽ മാത്രം പോരാ, സമ്പന്നരും വേണം. സമ്പന്നർ മാത്രം പോരാ, അത് ഇവിടെ സാധാരണക്കാരും വേണം. മഹാന്മാരാവുന്ന തെർബിയത്തിന് പറ്റുന്നതായ മശായിഖന്മാർ ഇവിടെ ഉണ്ടാവണം. ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട്. വിശുദ്ധമാവുന്ന ദീൻ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമാവുന്ന ഈ ഘടകങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ദീൻ ഇവിടെ നിലനിൽക്കും. അപ്പം ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെ മുഴുവൻ പരിഗണിച്ചുകൊണ്ട് ഇവിടെ ദീനിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇവിടുത്തെ മഹാന്മാരാവുന്ന വ്യക്തികളെ അവരെ നമ്മൾ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ പാടില്ല. ഇവിടുന്ന് ആർക്കും ആരെയും ആക്ഷേപിക്കാമല്ലോ. അപ്പോൾ അവിടെ സാദാത്തുക്കളെ ആക്ഷേപിക്കുന്നതായ ഒരു സ്വഭാവം, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന സാദിഖ് അലി തങ്ങൾ അടക്കമുള്ളവർക്ക്, അവർക്കൊക്കെ വിഷമുണ്ടാവുന്നതായ ചില ആക്ഷേപങ്ങളോ പ്രവൃത്തികളൊക്കെ ആരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. ആ നിലക്ക് ഈ ബന്ധം സുശക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു മതസംഘടനയാണ്. അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാവുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട്. ആ നിലക്ക് മാത്രമേ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതനുസരിച്ച് കൊണ്ട് മാത്രമേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോവുകയുള്ളൂ. നേരെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട്. അതിൽപ്പെട്ടൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിൻ്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും. ആ നിലപാടുകൾ അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാകുന്ന നേതാക്കന്മാരും പ്രവർത്തകരോട് അതിരിക്കുള്ളത്. അവരത് നിർവഹിച്ചു കൊള്ളും, നമ്മൾ നമ്മുടെ പ്രവർത്തനവും നിർവഹിച്ചു കൊള്ളുക.
പരസ്പരം അങ്ങും ഇങ്ങും ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല. ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടു. അപ്പം അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്ന് പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ബന്ധങ്ങളൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവുക, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയറ വെക്കുക എന്നല്ല. സമസ്ത കേരള ജമിയത്തുലമയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ മുന്നോട്ട് പോകും. അത് രാഷ്ട്രീയ പാർട്ടികൾ അവരെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും. രണ്ടു കൂട്ടരും അങ്ങനെയുള്ള ചെയ്യേണ്ടത്. അപ്പം ആ നിലയ്ക്ക് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താവണം, ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ, സമുദായത്തിലുള്ള അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിലേക്ക് പോർവേൽക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാവുന്ന നിങ്ങളുടെ ഭാഗത്തിൽ നിന്നോ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുന്നതല്ല. ഇവിടെ നമുക്ക് വേണ്ടത്, ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം. അതിന് പോർവേൽക്കുന്നതായ ഒന്നും നമ്മൾ ആരുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ളത്. പരസ്പരം ബഹുമാനങ്ങൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. പരസ്പരം ആദരവ്, എല്ലാവർക്കും അവരോട് അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ ഉണ്ടാവും. ആ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വെറുതെ നമ്മൾ ആളുകളോ അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പലതും നടത്തി. അതിൽ നമ്മൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എല്ലാവരും പിന്മാറണം. അത് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നിട്ട് അത് ഉണ്ടാവാൻ പാടുള്ളതല്ല. നമ്മുടെ മതത്തിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഭിന്നതയ്ക്ക് ഇവിടെ ആക്കം കൂട്ടും. അപ്പം ഭിന്നതയെ വിള്ളലിനെ അതിനെ വികസിപ്പിക്കുകയല്ല നമ്മൾ വേണ്ടത്. ഒരു ഭിന്നത ഞാൻ പറഞ്ഞല്ലോ, വസലമൻ ഖതഅഹൂന്ന്, ഭിന്നത ഉണ്ടായിത്തീർന്നാൽ അതിനെ നമ്മൾ എന്താക്കണം, അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയല്ല ശ്രമിക്കുക. ആ ഭിന്നതയെ വളർത്തിക്കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അത് വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇവിടെയുള്ള ഈ ഐക്യമൊന്നും ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് ഉണർത്തുകയാണ്. ഈ ഐക്യം ഇവിടെ നിൽക്കും. സമസ്ത കേരള ജമിയത്തുലമയുടെ 100ാം സമ്മേളനം ഇവിടെ വരാൻ പോകണം. ഈ ഇരിക്കുന്ന സാധാത്തുക്കളും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടിയെന്നും കൊണ്ടിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സമസ്ത കേരള ജമിയത്തുലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ 100ാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത്. അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. പ്രത്യേകിച്ച് ഇവിടുത്തെ സനത് വാങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമയ്ക്ക് വേണ്ടി ശക്തമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയോ ചെയ്യുന്നതായ ഒരു വാക്കുകളും നിങ്ങളാരിൽ നിന്നുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുലമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരിൽ നിന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. ഒരേ ഒരു മനസ്സോട് കൂടി നമ്മൾ പ്രവർത്തിക്കുക. ഇവിടെ എല്ലാ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം. ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ വളരണം. ഇതൊക്കെ ഇവിടെ ആവശ്യം തന്നെയാണ്. ഇതിനൊന്നും നമുക്ക് ആർക്കും എതിരില്ല. പക്ഷേ നമ്മൾ മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രത്യേകമാവുന്ന ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ EMS മന്ത്രിസഭയിൽ അവർ കള്ളിൻ്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും പാലക്കാട് PMS ബുക്കോയ തങ്ങൾ CH മുഹമ്മദ് കോയ അടക്കമുള്ള നവറല്ലാഹു മറാഖിദും അവർ പിന്നെ ഷംസുലുമനോട് വന്ന് ചോദിക്കുകയാണ് ചെയ്തത്, ഇങ്ങനെ ഈ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ മൂപ്പര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, അത് നിങ്ങൾ എന്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇറങ്ങിപ്പോരണ്ട, നിങ്ങളത് നിന്നോളി, അത് നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരത് പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീഅത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ടിട്ട് അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യം. അതാണ് ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. ആ നിലക്ക് അങ്ങോട്ടുള്ള നമ്മളെ പ്രയാണത്തിൽ
ബഹുമാനപ്പെട്ട എല്ലാ സാദാത്തുക്കളെയും കേരളത്തിലുള്ള അങ്ങനെ ഒരു എല്ലാ സാദാത്തുക്കളെയും നമ്മൾ കൂട്ടിപ്പിടിക്കണം. പ്രത്യേകിച്ച് പാണക്കാട് സാദാത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളാണ് അവർ. അപ്പം അവരെ അവഗണിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നതായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് വളരെയധികം മുൻഗാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്ന ആളുകളൊക്കെ എങ്ങനെയാണോ ഇവിടെ ഈ രണ്ട് വിഷയങ്ങളും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ചെയ്തത്, ആ നിലക്ക് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ശ്രമിക്കണം. ഇവിടെ വലിയ പ്രചരണമാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ ഞാനും തങ്ങളും ഭയങ്കര എതിരാണ്. എന്ത് ചെയ്ത് നമുക്കറിയില്ല, എനിക്കും മൂപ്പർക്കും അറിയില്ല, എനിക്കും അറിയില്ല. തങ്ങൾ രണ്ടാളും ഭയങ്കര അവർ ഒന്നിച്ച് എന്ന് പറഞ്ഞാലൊക്കെ തീർന്നു. ഞങ്ങളൊരു എതിർപ്പില്ലല്ലോ. നമ്മളിപ്പോൾ എന്താ ഈ ഒന്നിച്ച് പറയാന്ന് പറഞ്ഞത്? അപ്പോൾ പലരും പലതും ഉണ്ടാക്കുകയാണ്. എനിക്ക് തങ്ങളോട് എതിര്, തങ്ങൾക്ക് എന്നോട് എതിര്. ഒരു വിഭാഗം ആളുകൾ തങ്ങളൊപ്പം നിന്ന്, ഒരു വിഭാഗം ആളുകൾ എൻ്റെ ഒപ്പം നിന്ന് വേണ്ടാത്ത സംഗതികൾ പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവാൻ പാടില്ലാതാണ്. അതാണ് നിങ്ങളോടൊക്കെ പ്രത്യേകമായി നടത്താനുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം. ഇതൊക്കെ സമസ്തൻ്റെ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇതൊക്കെ പട്ടിക്കാട് ജാമിയ നൂയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ. അത് മുൻകഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടുനിന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ പുറത്തുണ്ടാവും. അപ്പോൾ അവരെയും കൂടി കൂട്ടിപ്പിടിച്ചു കൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ. അതിനാര് വിലങ്ങി വെച്ചാലും അത് ഞങ്ങളാരും അതിന് ഒഴിച്ചു കൊടുക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാം. അതാണ് തങ്ങൾക്കും പറയാനുള്ളത്. അങ്ങനെ തന്നെ നമ്മളൊരു കൂട്ടിപ്പിടുത്തത്തോടു കൂടി മുന്നോട്ട് പോകണം. അതാണ് വേണ്ടത്. അല്ലാ യകൂന ഫീ ഖൽബിക ഇന്തിഖാമുൻ ലിഅഹദ്, ഒരാളോടുള്ളതായ ഒരു ശത്രുത മനോഭാവം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ശിക്ഷിക്കണം എന്നുള്ള മനോഭാവം അത് നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതൊരു മുഅ്മിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ പലരീക്കും പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുകൊണ്ടിട്ട് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്നൽക്ക് തങ്ങന്മാരും നമ്മളൊക്കെ ആയിക്കൊണ്ട് ഒത്തൊരുമിച്ച് കൊണ്ട് പോകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മളെ അൽമുനീർ അത് വിൽക്കപ്പെടുന്നുണ്ട്. അത് എല്ലാവരും വാങ്ങി അതിൻ്റെ കോപ്പിയൊക്കെ നല്ല അതേ അൽമുനീറല്ലേ എന്തേ പറഞ്ഞേ? അതേല്ലേ പറഞ്ഞേ? അൽമുനീർ അതെ, എനിക്ക് പറഞ്ഞതാണ് മൂപ്പര്. ഞാൻ മൂപ്പരെ മുമ്പ് കേൾക്കൽ തുടങ്ങിയിരിക്കുന്നത് ഏതായാലും, കാരണം ഇവിടെ പഠിച്ച ആൾ തന്നെയാണ് ഞാനും. അപ്പോൾ അൽമുനീറിൻ്റെ ആ കോപ്പി എല്ലാവരും വാങ്ങണം. പിന്നെ മറ്റൊന്ന്, ഇവിടെ മരണപ്പെട്ടു പോയ ഹാഫിദ് നഈം, അദ്ദേഹം നമ്മളൊരു ശിഷ്യനും കൂടിയാണ്. അപ്പോൾ അവരെ ഉസ്താദിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആഖിറം അല്ലാഹു സുഖസമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ, ദോഷങ്ങൾ അല്ലാഹു വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കട്ടെ, നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അവൻ്റെ കൂടെ പരിക്കേറ്റിയ ആ കുട്ടിക്ക് അല്ലാഹു ശിഫനെ കൊടുക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ജാമിയ നൂരിയ അറബി കോളേജിന് വേണ്ടിയും മറ്റ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാർ, മറ്റ് ഇവിടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, സാധാരണക്കാർ, മരിച്ചുപോയ എല്ലാവർക്കുള്ള ഖുബൂറിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പുക്കാവനാക്കട്ടെ. ഇവിടെ തങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തവാസുൽ ജാമിയ എന്ന് പറയപ്പെടുന്ന ജാമിയക്കുള്ള ഒരു കൈത്താങ്ങാണത്. അപ്പോൾ അത് നമ്മൾ എന്താവണം, അതിലെല്ലാവരും സഹകരിക്കണം. സമസ്തൻ്റെ കൈത്താങ്ങ് വാറുണ്ട്, അതിലും സഹകരിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതും മറക്കണ്ട ആരും, ഇതൊന്നും മറക്കണ്ട. എല്ലാ കൈത്താങ്ങിലും എല്ലാവരും കൂടുക, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. ആ നിലക്ക് പോയാലേ ഇത് നിലക്ക് പോവുള്ളൂ. അല്ലാതെ ഏതെങ്കിലും കൈത്താങ്ങിനെ ആരെങ്കിലും എതിർക്കുക. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ജാമ്യാൻ്റെ കൈത്താങ്ങിനെ എതിർക്കാൻ പറ്റുമോ? പറ്റൂല. ഇനി ഇവിടെ നിന്ന് അപ്പുറം പുറത്തു പോയാലും എതിർക്കാൻ പറ്റുമോ? എതിർക്കാൻ എനിക്ക് കഴിയുമോ? ഒരിക്കലും കഴിയൂല. ഇത് നമ്മളെ സ്ഥാപനമാണ്, ഇതിനെ എതിർക്കാൻ നമുക്ക് കഴിയൂല എന്നതുപോലെ എല്ലാ കൈത്താങ്ങുകളും എല്ലാ സ്ഥാപനങ്ങൾക്കുള്ള സഹായങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളിൽ പൂർണ്ണമായി ഉറച്ചിട്ടുള്ള കാലത്തോളം അതിൻ്റെയൊക്കെ നമ്മൾ സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.